സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും തന്നെ ഓൾ ഓവർ ഇസ്രായേൽ സൈറൺ മുഴങ്ങുന്ന അവസ്ഥ ഒരേ അറ്റ് ടൈമിൽ. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ഓരോ ഭാഗമായിട്ടായിരുന്നു, ഓരോ ഏരിയ ആയിട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഒരു അറ്റാക്ക് വരുമ്പോൾ അത് ഓൾ ഓവർ ഇസ്രായേൽ അറ്റ് ടൈം ആയിട്ടാണ് സൈറൻസ് വരുന്നത്. ആഹ് ഏറ്റവും കൂടുതൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു പോയിന്റ് ചെയ്യുന്നത് ജെറുസലേം, ടെലവീവ്, ആ ഒരു മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇന്നലെയൊക്കെ അവിടെയായിരുന്നു കൂടുതലും അറ്റാക്കുകൾ നടന്നത്. ഞങ്ങളുടെ ഈ ഏരിയയിലേക്ക്, വടക്കൻ ഇസ്രായേലിലേക്ക് അധികം അറ്റാക്ക് ഒന്നും ഇന്നലെ ഉണ്ടായില്ല. പക്ഷെ സൈറൻസ് എപ്പോഴും ഉണ്ട്. ജെറുസലേമിനടുത്തുള്ള ബെത്ഷെമെഷ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായ അറ്റാക്കും, ഇന്നലെ രാത്രി ജെറുസലേമിൽ ഉണ്ടായ അറ്റാക്കും, ഇന്ന് വെളുപ്പിനെയൊക്കെ ഉണ്ടായ ജെറുസലേം ആ ഒരു ഭാഗമാണ് അവരിപ്പോ കൂടുതലായിട്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇന്നലെ ബെത്ഷെമെഷിൽ ഉണ്ടായ അറ്റാക്കിൽ 9ഓളം പേര് മരിക്കുകയുണ്ടായി, കുറച്ച് പേർക്ക് പരിക്കേൽക്കുകയുണ്ടായി. ഇന്നലെ ജെറുസലേമിൽ ഉണ്ടായ അറ്റാക്കില് അതൊരു ഒരു വാഹനത്തിലേക്കാണ് വന്ന് പതിച്ചത്. ആ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നവരാണ് കൂടുതലും മുറിവേൽക്കപ്പെട്ടിരിക്കുന്നത്. സ്ഥിതിഗതികൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഭയപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല. കാരണം എപ്പോഴും നമുക്ക് ഇവിടുത്തെ ഒരു സുരക്ഷാ സംവിധാനത്തിൽ ഒരു വിശ്വാസമുണ്ട്, ഒരു ആത്മവിശ്വാസമുണ്ട്. പിന്നെ ഷെൽട്ടർ റൂമുകൾ ഇല്ലാത്തവർക്കാണ് ഒരു ചെറിയ സങ്കടം. കാരണം പഴയ ബിൽഡിങ്ങുകൾ, ഒരുപാട് ബിൽഡിങ്ങുകൾ ഏൻഷ്യന്റ് സിറ്റികളായിട്ടുള്ള സ്ഥലങ്ങളിൽ അവർ ആ ഒരു ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ അതേപോലെ തന്നെ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെയൊന്നും ഷെൽട്ടർ റൂമുകൾ ഇല്ല. അപ്പൊ അവർ പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക്, ഷെൽട്ടർ റൂമുകളിലേക്ക് പോകണം ഈ സൈറൺ കേൾക്കുമ്പോൾ. പക്ഷെ അതിനുള്ള സമയം നമുക്ക് അനുവദിച്ച് കിട്ടുന്നുണ്ട്. പലരും ഇപ്പോഴും നിർദ്ദേശങ്ങൾ കിട്ടുമ്പം പോകാനായിട്ട് മടിക്കുന്നവരുണ്ട്. കാരണം ഇതിനു മുമ്പുള്ള ഒരു എക്സ്പീരിയൻസ് പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്നലെ ബെത്ഷെമെഷിൽ നടന്ന അപകടമാണെങ്കിൽ പോലും അവിടെ നിന്നുകൊണ്ട് ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് അതിൽ പലരും ഷെൽട്ടർ റൂമുകളിലേക്ക് പോകാനായിട്ട് മടിച്ചവരുണ്ടായിരുന്നു എന്നുള്ളതാണ്. വളരെ വികാരാധീനനായിട്ട് അങ്ങേരം ആ സമയത്ത് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഗവൺമെന്റ് ഇത്രയും നിർദ്ദേശങ്ങൾ തന്നിട്ടും ഇപ്പോഴും അത് പാലിക്കപ്പെടാതെ പോകുന്ന ഒരവസ്ഥയുണ്ട് പല സ്ഥലങ്ങളിലും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഏതവസ്ഥയിലാണെങ്കിലും നിങ്ങൾ സൈറൺ കേൾക്കുമ്പോൾ ഏറ്റവും അടുത്ത് ഷെൽട്ടർ റൂമുകളിലേക്ക് പോകണം എന്നുള്ള നിർദ്ദേശം നിങ്ങൾ പാലിക്കുക തന്നെ ചെയ്യണം എന്ന് ഇന്നലെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ആ ലൈവായിട്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ പ്രതികരിക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെയുള്ള ഒരു ചെറിയൊരു മടി ആൾക്കാർ കാണിക്കുന്നതിൻ്റെതായ ബുദ്ധിമുട്ട് ഉണ്ട്. അല്ലാതെ നോക്കുകയാണെങ്കിൽ നമ്മൾ പൊതുവെ ഇതുവരെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഷെൽട്ടർ റൂമുകളിലേക്ക് പോകുന്നു, അത് കഴിയുമ്പോൾ ഇറങ്ങുന്നു. അങ്ങനെ ഇതുവരെ നമ്മുടെ മലയാളികളായിട്ടുള്ള, ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ആർക്കും ഒരു പരിക്കേൽക്കപ്പെട്ടതായിട്ട് നമ്മൾ എവിടെയും റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ തന്നെ സഹപ്രവർത്തകയാണ് ഫിലിപ്പീൻസിൽ നിന്നുള്ള ഒരു കെയർ ഗിവർ കഴിഞ്ഞ ദിവസം മരിച്ചു. ഒരുപാട് അല്ലാതെയുള്ള ഇസ്രായേൽ സിറ്റിസണിലുള്ള ആൾക്കാർക്ക് കുറച്ച് പേർക്ക് പരിക്കേൽക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് നിലവിലത്തെ സിറ്റുവേഷൻ.